അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പ്രധാനപ്പെട്ട ഒരു മസലയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മളെ ഉമ്മ പെങ്ങന്മാർ കേട്ടിരിക്കേണ്ട ഒരു മസലയാണ്. സാധാരണ നമ്മളെ വീട്ടിലൊക്കെ കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ ആ കുട്ടികൾക്ക് പമ്പേഴ്സ് കെട്ടിക്കൊടുക്കൽ പതിവാണ്. ആ ഒരു കമ്പനിനെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. അതുപോലെ കെട്ടാൻ ഉപയോഗിക്കുന്ന ഏത് കമ്പനിയുടെ ഏത് സാധനമായാലും പറയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ പമ്പേഴ്സ് എന്നാണല്ലോ പറയല്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്കൊരു ടൂത്ത് പേസ്റ്റ് വേണം. നമ്മൾ സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു കടയിൽ പോയിട്ട് എന്താ പറയുക, എനിക്കൊരു കോൾഗറ്റ് വേണം. കോൾഗറ്റ് എന്ന് പറയുന്നത് ടൂത്ത് പേസ്റ്റിന്റെ ഒരു കമ്പനീന്റെ പേരാണ്. നമുക്ക് സത്യത്തിൽ ഈ കോൾഗറ്റ് അല്ലായിരിക്കും വേണ്ടത്. മറ്റ് ഒരുപാട് കമ്പനികളുണ്ടല്ലോ, ക്ലോസപ്പ്, സൺസൈൻ, സിഗ്നൽ, ഇങ്ങനെ പല സംഭവങ്ങളുണ്ട്. അതേതെങ്കിലും ആയിരിക്കും വേണ്ടത്. എന്നാലും നമ്മൾ പറയലെന്താ, കോൾഗറ്റ് വേണം. എന്ന പോലെ നമ്മൾ ഏത് സാധനം കുട്ടികൾക്ക് കെട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ പറയുക പമ്പേഴ്സ് എന്നാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കമ്പനിയുടെ പേര് പറഞ്ഞെന്നുള്ളൂ. അതിലൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരുപാട് സമയം കുട്ടികൾക്ക് ഈ പമ്പേഴ്സ് പോലത്തെ ഒരു സാധനങ്ങളും കെട്ടിക്കൊടുക്കരുത്. കാരണം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ മൃദുവായിട്ടുള്ള ചർമ്മമാണ് കുട്ടികളെ ചർമ്മം. അതുകൊണ്ട് പെട്ടെന്ന് അലർജി അതുപോലെ തന്നെ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്യാവശ്യ സമയങ്ങളിൽ മാത്രം അത് കെട്ടാൻ ഉപയോഗിക്കാമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ സാധാരണ ഉമ്മ പെങ്ങന്മാർ നിസ്കരിക്കുന്ന സമയത്ത് കുട്ടികൾ അടുത്ത് വരിക, നിസ്കാര കുപ്പായം പിടിച്ചു നിൽക്കുക, അതുപോലെ തന്നെ ചിലപ്പോൾ അത്തയ്യാത്തിൽ ഇരിക്കുമ്പോൾ മടിയിൽ കയറി ഇരിക്കുക, അല്ലെങ്കിൽ മുസല്ലയിൽ വന്നിട്ട് ഇരിക്കുക, ഇങ്ങനത്തെ പല സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു പമ്പേഴ്സ് കെട്ടിയിട്ടുള്ള ഒരു കുട്ടി, ആ പമ്പേഴ്സിൽ നജസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ടാവും. അപ്പൊ അങ്ങനെ നജസ് ഉള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ശരീരത്തിൽ നജസ് ഉണ്ടാവും, മൂത്രമൊഴിച്ചിട്ടോ എങ്ങനെയെങ്കിലും കുട്ടികൾ നജസ് ആയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി വന്നിട്ട് നിസ്കരിക്കുന്ന ഒരു ആളെ പിടിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുമോ ഇല്ലേ? ഇതാണ് നമ്മുടെ ചോദ്യം. ബഹുമാനപ്പെട്ട കല്യൂബി റഹിമഹുല്ല അവിടുത്തെ ആഷിത്തുൽ കല്യൂബി എന്ന് പറയുന്ന കിതാബില് 1-ാം വാള്യം 514, 515 പേജുകളിൽ വളരെ വിശദമായി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് സുന്നത്ത് കഴിക്കാത്ത, മാർഗം കഴിക്കാത്ത കുട്ടികൾ അവര് മൂത്രമൊഴിച്ച് ശുദ്ധിയാക്കിയാൽ അത് നല്ലപോലെ ശുദ്ധിയാവുകയില്ല. അവിടെ മൂത്രത്തിന്റെ കണങ്ങൾ ബാക്കിയുണ്ടാവും. അപ്പോൾ ആ മൂത്രവുമായി നടക്കുന്ന ഒരു കുട്ടി, അതുപോലെ തന്നെയാണ് അൽ ഖാബിലു, ഇങ്ങനെ പിടിക്കലും. നജസുള്ള ഒരു കുട്ടി നമ്മളെ പിടിക്കല്, അലാ സൗബിഹി, വസ്ത്രത്തിന്റെ മേൽ, ഔ ബിയദിഹി, അല്ലെങ്കിൽ നമ്മളെ കയ്യിന്റെ മേൽ, ഔ അക്സി, അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടീനെ പിടിക്കും പോലെ, ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറയുന്ന കഹയവാനി മുത്തനജിസിൻ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. നജസായ ഒരു മൃഗം എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഇപ്പോൾ സാധാരണ പറയുകയാണെങ്കിൽ പൂച്ചക്ക് അല്ലെങ്കിൽ ഒരു സ്വഭാവമുണ്ട്, നമ്മളെ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുക, നമ്മളോട് ഇങ്ങനെ വരസി നിൽക്കുക, ഇതൊക്കെ പൂച്ചയുടെ സ്വഭാവമാണ്. അപ്പൊ ആ പൂച്ച മുത്തനജിസ്, നജസുടേതാണ് എങ്കിൽ, എന്നിട്ട് ഇങ്ങനെ പറയുന്നു ഒസബിയൻ, കുട്ടിയും അതുപോലെയാണ്, ബിസൗബിഹി, ആ കുട്ടിയുടെ ഡ്രസ്സിൽ നജസ് ഉണ്ട്, ഔ ബദനിഹി, അല്ലെങ്കിൽ ശരീരത്തിൽ നജസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു കുട്ടി നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ വന്ന് പിടിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ അത്തഹിയാത്തിനൊക്കെ ഇരിക്കുമ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ വന്നിട്ട് മടിയിലല്ലേ ഇരിക്കും, അങ്ങനെ വന്നിട്ട് ഇരിക്കുകയാണെങ്കിൽ നിസ്കാരം ബാത്തിലാകും. ഈ വിഷയം ഒരുപാട് മഹാന്മാർ പല കിതാബുകളിലും വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ പല മഹാന്മാരും ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് ഈ നജസുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് നിസ്കാരം ബാത്തിലാകും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളിങ്ങനെ പമ്പേഴ്സ് ഇട്ട് അതിൽ അളക്കും, ഈ കുട്ടികൾ വന്നിട്ട് നമ്മളെ മേലെ വന്ന് ഇരിക്കും, അതുപോലെ തന്നെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഡ്രസ്സ് ഇങ്ങനെ പിടിച്ച് കളിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചെറിയ കുട്ടികൾ അവർക്കറിയില്ല. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ വന്ന് പിടിക്കുകയോ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിസ്കാരം ബാത്തിലാകും. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു തആല നല്ലത് പറയാനും നല്ലതനുസരിച്ച് പ്രവർത്തിക്കാനും നല്ലവരിൽ ഉൾപ്പെടാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.